വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി ഡിവൈഎഫ്ഐയുടെ കോതമംഗലം മുനിസിപ്പൽ കമ്മിറ്റി പ്രഖ്യാപിച്ച പോർക്ക് ഫെസ്റ്റിവലിനെതിരെ സമസ്ത നേതാവും ASF സംസ്ഥാന സെക്രട്ടറിയുമായ നാസർ ഫൈസി കൂടത്തായി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് പരസ്യമായി രംഗത്തെത്തി. വയനാട്ടിൽ ദുരിതബാധിതരിൽ അധികവും പന്നിയിറച്ചി നിഷിദ്ധമായി കരുതിയിരുന്നവരാണ്. അവരെ അവഹേളിക്കുന്നതാണ് പോർക്ക് ഫെസ്റ്റ് എന്നും സമസ്ത നേതാവ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാണിച്ചു. ചലഞ്ചിൽ ഒളിച്ചു കടത്തുന്ന മതനിന്ദ എന്ന തലക്കെട്ടോടെയാണ് നാസർ ഫൈസി കൂടത്തായുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: മതനിരപേക്ഷതയെ സങ്കര സംസ്കാരമാക്കുന്ന ചെഗുവേരിസം. വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ടവർ അധികവും പന്നിയിറച്ചി നിഷിദ്ധമായി കരുതിയവരാണ്. അറിഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ കോതമംഗലം കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ടുണ്ടാക്കി നൽകുകയാണ്. അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിതരിൽ വലിയൊരു വിഭാഗത്തിന് നിഷിദ്ധ ഭക്ഷ്യത്തിന്റെ വരുമാനമുണ്ടാക്കി ദുരിത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ്, അധിക്ഷേപമാണ്, നിന്ദയുമാണ്. വയനാട്ടുകാരെ ഭക്ഷിപ്പിക്കുന്നില്ലെന്ന ന്യായം അതുകൊണ്ട് കിട്ടുന്ന വരവ് വയനാട്ടുകാരെ അവഹേളിക്കലാണെന്ന് ധരിക്കുന്നതിനുള്ള മറുപടിയാവില്ല, നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. കോതമംഗലം മുനിസിപ്പൽ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 18-നാണ് പന്നിയിറച്ചി വിൽപ്പന. ഇറച്ചി വാങ്ങൂ പണം വയനാടിന് എന്ന ആശയവുമായി നടത്തുന്ന ചലഞ്ചിന് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. കിലോയ്ക്ക് 375 രൂപ നിരക്കിൽ ഇതിനകം 500 കിലോയിലേറെ ഇറച്ചിക്ക് ഓർഡർ ലഭിച്ചതായി മേഖലാ സെക്രട്ടറി രഞ്ജിത്ത് പറഞ്ഞു. നാളെയും ഇന്നുമായി കൂടുതൽ പേർ ഇതുമായി സഹകരിക്കും. 2 ലക്ഷം രൂപയിൽ കൂടുതൽ സമാഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ സമസ്ത അടക്കമുള്ളവർ എതിർക്കുന്നതിനെ തുടർന്ന് പരിപാടി മാറ്റിവെക്കുമോ എന്ന് അറിയില്ല. പാഠപുസ്തക പരിഷ്കരണവും ജെൻഡർ ഇക്വാലിറ്റി യൂണിഫോമും അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് സർക്കാർ പിന്മാറിയത് സമസ്തയുടെ എതിർപ്പിനെ തുടർന്നാണ്. അതുകൊണ്ടാണ് LDF വരും എല്ലാം ശരിയാക്കും എന്ന ട്രോൾ പോലും സോഷ്യൽ മീഡിയയിൽ ഉയർന്നത്. പുതിയ സാഹചര്യത്തിൽ പോർക്ക് ഫെസ്റ്റ് ഡിവൈഎഫ്ഐ പിൻവലിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 2021-ലും കേരളത്തിൽ വലിയ തോതിൽ ഭക്ഷണ വിവാദം നടന്നിരുന്നു. ഹലാൽ വിവാദത്തിൽ ഡിവൈഎഫ്ഐ നടത്തിയ ഫുഡ് ഫെസ്റ്റ് സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയായിരുന്നു. ഭക്ഷണത്തിൽ മതം കലർത്തരുത് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പോർക്ക്, ബീഫ് അടക്കമുള്ള വിഭവങ്ങൾ വിളമ്പിയാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. അപ്പോഴും ഉയർന്ന ചോദ്യം നിങ്ങൾ പോർക്ക് ഫെസ്റ്റിവൽ നടത്തുമോ എന്നായിരുന്നു. ഭക്ഷണത്തിന് മതമില്ല എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിട്ട് തൊട്ടടുത്ത ദിവസം ഹലാൽ ഭക്ഷണം എന്നെഴുതിയ ഭക്ഷ്യ കൗണ്ടറിൽ നിന്നും റഹീം അടക്കമുള്ള ഡിവൈഎഫ്ഐ നേതാക്കൾ ഭക്ഷണം കഴിക്കുന്ന ചിത്രം ശ്രീജിത്ത് പണിക്കർ അടക്കമുള്ളവർ ഫേസ്ബുക്കിൽ പങ്കുവച്ചതും വൈറലായിരുന്നു. പലിശ മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ്, എന്നാൽ പലിശ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന പണം ദുരിതബാധിതർക്ക് വേണ്ടെന്ന് പന്നിയിറച്ചി വിരോധികൾ പറയാത്തതെന്താണ്? പന്നിയിറച്ചി കഴിക്കുന്നതിനേക്കാൾ വലിയ പാപമല്ലേ പലിശ മുതൽ ഭക്ഷിക്കൽ? മദ്യം മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ്, ക്രൈസ്തവർക്കോ ഹൈന്ദവർക്കോ മതപരമായി മദ്യം നിഷിദ്ധമല്ല. മദ്യപാനിക്ക് സ്വർഗം അപ്രാപ്യമെന്ന് മുസ്ലിങ്ങളെപ്പോലെ അവർ പറയുന്നു. മദ്യമുതലാളിമാരുടെ സംഭാവന വേണ്ടെന്ന് പന്നി വിരുദ്ധർ ഉദ്ഘോഷിച്ചത് കണ്ടില്ലെന്നും KT ജലീലും പറഞ്ഞു.